back to the channel Majestix and welcome back to a new video. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ടയർ മാറാനായിട്ടുണ്ട്. ടയർ മാറുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോളോൻ്റെ ടയറാണ്. ആ ഒരു ടയറിൽ എനിക്ക് കിട്ടിയത് വെറും 6500 കിലോമീറ്റർ ലൈഫാണ്. ഒരു ടയറിൻ്റെ ലൈഫും കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ടയറിൻ്റെ ലൈഫ് എനിക്കിപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇത്രയൊന്നും അല്ല കിട്ടേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് അത്രയും കിട്ടിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യം, ഞാൻ ഈ ടയർ മേടിച്ചപ്പോൾ തൊട്ട് ഭയങ്കര പെട്ടെന്ന് അത് തേഞ്ഞ് തീർന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുമോ അങ്ങനെ അതൊക്കെ നോക്കി. പക്ഷേ അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത് 85% ടയർ തേഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നാണ്. അപ്പോൾ എൻ്റെ എന്തായാലും ഇപ്പോൾ 85% മേലെ തേഞ്ഞ് തീർന്ന സ്ഥിതിക്ക് എനിക്ക് ഇനിയിപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ ടയറിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിപ്പോൾ ടയർ മൊത്തം തീർന്ന് ഇവിടെയൊക്കെ നൂല് കണ്ടു തുടങ്ങിയായിരുന്നു. നൂല് കണ്ടു തുടങ്ങി. അപ്പോൾ നൂല് കണ്ടു തുടങ്ങിയാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് ഒരു കുറച്ച് ദൂരവും കൂടി ഓടുമായിരിക്കും. പക്ഷേ റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മളിപ്പോഴേ മാറി വിടുന്നത്. മൊത്തത്തിൽ തീർന്നു. ഇത് കണ്ട, ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതുണ്ട്, ഇതിൻ്റെ ഓരോ ലെയർ ഇങ്ങനെ പൊട്ടണോ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതുണ്ട്, ഇവിടെ നൂല് കണ്ടിട്ടുണ്ട്, പിന്നെ ഇവിടെ നൂല് കണ്ടു. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇതുണ്ടോ വട്ടം കീറിയിട്ടൊക്കെ ഉണ്ട്. അതാ പറഞ്ഞത്, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയ പോലെയാണ് ഇത്. ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു ടയർ മാറുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ മൊത്തം ഇടപാട് തീരുമായിരിക്കും. അപ്പോൾ ഇതാണ് ടയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ടയർ എന്ന് പറയുന്നത് അപ്പോളോ ആണ്. അപ്പോളോ അതിൻ്റെ ഇത് കണ്ടോ, ആക്ടിഗ്രിപ്പ് R6 എന്ന് പറഞ്ഞ ഒരു സീരീസാണ്. ടയറിൻ്റെ ഡേറ്റും കാര്യമെല്ലാം ഞാൻ നോക്കി. ഇത് ഈ വർഷം തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ എഴുതിയിട്ടുണ്ട് K0223. ഇതാണ്, അതായത് മാനുഫാക്ചർഡ് സെക്കൻഡ് വീക്ക് ഓഫ് 2023 തന്നെ ഈ വർഷം തന്നെ മാനുഫാക്ചർ ചെയ്തൊരു ടയറാണ്. പക്ഷെ എന്താ അറിയില്ല, ഇത്രയും പെട്ടെന്ന് തീർന്നു പോയി. നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും പോയില്ല, നോർമൽ യൂസ് മാത്രമായിരുന്നു ഈ ടയറും കൊണ്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സംഭവം കാണിച്ചു തരാം. ഇത് കണ്ട്, അതിന് നല്ലവണ്ണം കട്ടയുണ്ട്. ഇത്രയും കട്ടയുണ്ട്. അപ്പോൾ ഇത് സിയറ്റിൻ്റെ ടയറാണ് ഇട്ടേക്കണേ. സിയറ്റിൻ്റെ ഗ്രിപ്പ് XL എന്ന് പറഞ്ഞ സീരീസാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തേക്ക് ബാക്കിലൊന്ന് സിയറ്റ് ഇട്ട് നോക്കാമെന്ന് ഓർത്തു. സിയറ്റിനെ പറ്റി ഞാനിങ്ങനെ കേട്ടു, ലൈഫ് കുറവാന്നൊക്കെ കേട്ടു. എന്തായാലും നോക്കണമല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ 2 പ്രാവശ്യം അപ്പോളാണ് ഇട്ടത്. ആൻഡ് ഗൈസ്, ഈ ഒരു ടയറിന് ഡിഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇത്രയും തറപ്പിച്ച് പറയാൻ കാരണം, ഞാൻ ഈ വണ്ടി മേടിച്ച സമയത്തുണ്ടായിരുന്ന ഇതേ സെയിം ടയറായിരുന്നു, അപ്പോളോൻ്റെ ഈ സീരീസ് തന്നെയായിരുന്നു. പക്ഷെ അതും കൊണ്ട് ഞാൻ ഒരു ഓഫ് റോഡ് പോയി കഴിഞ്ഞ് കുറേ ദൂരം ഓടിച്ച് കഴിഞ്ഞിട്ടാണ്, അതായത് ആ ടയറിൽ തന്നെ ഏകദേശം ഇപ്പോൾ ഓടിയതിനേക്കാണ് പകുതി ഓടിയ 50% ഓടിയ ടയറിൽ എനിക്ക് ഇപ്പോൾ ഓടിയതിനേക്കാണ് ഒത്തിരി ലൈഫ് കിട്ടിയായിരുന്നു. പക്ഷേ ഈ ടയറിന് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫക്റ്റ് ഉണ്ടെന്ന്. സോ ഇനിയിപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് തലയോലപ്പറമ്പിലുള്ള, എൻ്റെ വീട് പെരുവേലാണ്, പെരുവേന്ന് തലയോലപ്പറമ്പിലുള്ള അലൻ ടയേഴ്സിലാണ് പോകാൻ പോകുന്നത്. അലൻ ടയേഴ്സിൽ നിന്ന് അവിടെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പ്രൈസ് എത്രയാണെന്ന് എക്സാക്റ്റ് പറഞ്ഞിട്ടില്ല, അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അലൻ ടയേഴ്സിൽ നിന്നാണ് ഇപ്പോൾ ടയർ സെറ്റാക്കിയിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ബാഗ് എടുത്തില്ല. ഹിമാലയന് സിയറ്റ് ആണോ അപ്പോളാണോ കൂടുതൽ പോണത്? ലൈഫ് കൂടുതൽ സിയറ്റിനാണോ? അതെന്താ, ഇത് ഞാൻ ഇട്ടിട്ട് 6500 ഓടിയിട്ടുള്ളൂ. ഓഫ് റോഡൊന്നും പോയൊന്നുമില്ല. എന്തോ വേണ്ട, എയർ അടിച്ചാൽ മതി. അതെ, ഓഫ് റോഡ് ഒന്നും പോയില്ല, ജസ്റ്റ് റോട്ടിൽ കൂടെ മാത്രമേ പോയുള്ളൂ.
പിന്നെ ഇതിനെ പെട്ടെന്ന് കാറ്റിറങ്ങിപ്പോണ്ടായിരുന്നു. അല്ല അത് അത്രയും ഇറങ്ങിപ്പോണില്ല. എന്നാ ഏകദേശം അത്രയെന്ന് പറയാം. നമ്മളൊരു ഇപ്പം ഞാനിതിൻ്റെ അടിക്കണ ഇത് ബാക്ക് എത്രയാണെന്നാ 34 അടിച്ചാൽ പിന്നെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞൊക്കെ അടിക്കുമ്പോൾ 20 സംതിങ് 21 25 ആണ്. ശരിക്കും ഇത് അപ്പോളോൻ്റെ ഇതിന് 6-5 കിട്ടാൻ പറ്റില്ല. എത്ര ഏകദേശം കിട്ടേണ്ടത്? 9-10 റേഞ്ച് കിട്ടണം അപ്പോൾ. അതെ. ഇനി സ്വിംഗ് ആമിന് കുഴപ്പമുള്ളപ്പോഴല്ലേ ടയർ വെട്ടിത്തയാണ്? ഇതിപ്പോ വെട്ടി തേഞ്ഞിട്ടില്ലല്ലോ. അതെ. ഇപ്പൊ നൂല് കണ്ടു തുടങ്ങി. അത് നൂല് കണ്ടു തുടങ്ങി പിന്നെ വെച്ചോണ്ടിരിക്കണത് നല്ലതല്ലല്ലോ. ഈ കണ്ടീഷനിൽ ഇതിന് എത്ര കിലോമീറ്ററും കൂടി ഓടും? പഞ്ചറാവും. സാറിന് ഈ ടയർ മാറുമ്പോൾ പഴയ ട്യൂബിന് കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ വെക്കാവോ? ട്യൂബിന് വേറെ അഡീഷണൽ ചാർജ് ഉള്ള ആണോ? എത്ര രൂപ കുറയും? അതായിട്ട് പ്രശ്നം ഉണ്ടാവണ്ടല്ലോ. അതാ അതിൻ്റെ കുഴപ്പമാണോന്ന് എനിക്ക് അറിയില്ല. അതാ അല്ല അത് ഇത് കയറ്റിയിട്ട ട്യൂബാണ്. ഇതിൻ്റെ അതിപ്പോൾ നോക്കിയാൽ ബെയറിങ്ങിൻ്റെ അവസ്ഥ അറിയാൻ പറ്റൂലേ? എൻ്റെ നമ്പറാണ് 23 ഫാൻസിയാണ്. ഇല്ലേ ഇട്ടിട്ട് വരുന്നുള്ളൂ. കേട്ടോ ഇതിന്റെ അല്ലേ പറയണ്ട എന്തെങ്കിലും നമ്മുടെ വണ്ടിനെ കുറിച്ച്. ഇതിനെക്കുറിച്ചൊരു സംഭവം കാണിച്ചു തരാം. ഇത് ബില്ലായിട്ടുള്ളത് മൊത്തം 3,150 ഒരു മൊത്തമായിട്ടുള്ള കേട്ടോ. അപ്പോൾ ടയറിൻ്റെ പ്രൈസ് വന്ന് ഏകദേശം ഏതാണ്ട് 3 രൂപ അടുത്താണ് ടയറിൻ്റെ പ്രൈസ്. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഈ ടയർ നമ്മൾ പിടിപ്പിച്ചത് എത്ര കിലോമീറ്ററിലാണെന്ന് കാണിച്ചു തരാം. നോക്കിയോ 19,598. അപ്പോൾ ഈ ഒരു ഇത്രയും കിലോമീറ്റർ കറക്റ്റ് 0.0. അപ്പോൾ ഇത്രയും കിലോമീറ്ററിലാണ് നമ്മൾ ഈ ഒരു ടയർ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് ഇത് നമ്മുടെ ഒരു പുതിയ ടയർ ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചു. ഇത്
വെച്ച് എത്ര ലൈഫ് കിട്ടും ഇതിനെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൃത്യം നമ്മുടെ ഈ ടയർ മാറിയ ഷോപ്പിൻ്റെ അവിടെ വെച്ച് തന്നെയാണ് കേട്ടോ. ടയർ മാറിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൈഫ് ഇനി നമുക്ക് നോക്കാം. ഗായ്സ്, ഫസ്റ്റ് ട്രിപ്പ് വിത്ത് Ceat ടയർ. അതേ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ ടയർ മാറ്റിയിട്ട്.